എല്ലാവർക്കും ഹായ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓംസ് ലോയെക്കുറിച്ചാണ്. നിലവിലെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കിർച്ചോഫിന്റെ ലോയെക്കുറിച്ചാണ്. ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. എ. ശ്രേണിയിലും സമാന്തരമായും ഘടകങ്ങൾ ബന്ധിപ്പിക്കുക. ബി. കിർച്ചോഫിന്റെ വോൾട്ടേജ് നിയമം തെളിയിക്കുക. സി. കിർച്ചോഫിന്റെ കറന്റ് ലോ തെളിയിക്കുക. പാർട്ട് 1. സീരീസ് സർക്യൂട്ടിലേക്കുള്ള ആമുഖം. ആദ്യം നമുക്ക് സീരീസ് കണക്ഷൻ ചർച്ച ചെയ്യാം. ഒരു സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ കണക്ഷൻ എന്നത് എല്ലാ ഭാഗങ്ങളും എൻഡ് ടു എൻഡ് വരെ ബന്ധിപ്പിച്ച് മനുഷ്യച്ചങ്ങല പോലെ ഒരൊറ്റ പാതയോ വരയോ ഉണ്ടാക്കുന്നു. അതുപോലെ ഒരു സീരീസ് സർക്യൂട്ടിൽ എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ഘടകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ. ഇവിടെ റെസിസ്റ്ററുകൾ R1, R2, R3, R4 എന്നിവയെ ഒന്നിനു പുറകെ ഒന്നായി ശ്രേണിയിൽ ബന്ധിപ്പിച്ച് ഒരൊറ്റ പാത രൂപപ്പെടുത്തുന്നു. ഉദാഹരണം 1. എ, ബി, സി എന്നീ 3 പേർ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരേ പാതയിലൂടെ നടക്കുന്നു. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ എന്നതിനാൽ തന്നെ ഒരേ റൂട്ടിൽ 3 പേർ യാത്ര ചെയ്യണം. അതുപോലെ ഒരു സീരീസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരൊറ്റ പാത കാരണം വൈദ്യുത പ്രവാഹം സമാനമാണ്. ഉദാഹരണം 2. ഇവിടെ വാട്ടർ പൈപ്പ് സീരീസായി ടാങ്കുകൾക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ പൈപ്പിലെ ജലപ്രവാഹത്തിന്റെ നിരക്ക് ഏകീകൃതമാണ്. ഒരു സീരീസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഏകപാത കാരണം വൈദ്യുത പ്രവാഹം എല്ലായ്പ്പോഴും സമാനമാണ്. ഒരു സീരീസ് സർക്യൂട്ടിൽ എന്തെങ്കിലും ഘടകങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ കറണ്ട് ഒഴുകാൻ മാർഗമില്ലാത്തതിനാൽ മുഴുവൻ സർക്യൂട്ടും പരാജയപ്പെടുന്നു. സമാന്തര സർക്യൂട്ടിലേക്കുള്ള ആമുഖം. നമുക്ക് സമാന്തര സർക്യൂട്ട് അല്ലെങ്കിൽ കണക്ഷനുകൾ ചർച്ച ചെയ്യാം. സമാന്തര സർക്യൂട്ടുകൾ അല്ലെങ്കിൽ കണക്ഷനുകൾ വ്യത്യസ്ത പാതകളായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടകങ്ങളാണ്. ഇവിടെ റെസിസ്റ്ററുകൾ R1, R2, R3, R4 എന്നിവ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ മുകളിലെ അറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയുടെ താഴത്തെ അറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് ചർച്ച ചെയ്യാം. ഇവിടെ എ, ബി, സി എന്നിങ്ങനെ 3 പേർക്കും ഒരേ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള വഴികളുണ്ട്. എ എന്ന വ്യക്തിക്ക് ബിയേക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. കാരണം കുറഞ്ഞ റൂട്ടിലോ ട്രാഫിക് കുറവായതിനാലോ ബി എന്ന വ്യക്തിക്ക് സിയേക്കാൾ വേഗത്തിൽ എത്തിച്ചേരാനാകും. അതുപോലെ സമാന്തര സർക്യൂട്ടുകളിൽ നിലവിലെ ഒഴുക്ക് പാതയിലെ പ്രതിരോധത്തിന് ആനുപാതികമാണ്. മറ്റൊരു ഉദാഹരണം ചർച്ച ചെയ്യാം. ഇവിടെ പ്രധാന ടാങ്കിൽ നിന്ന് പൈപ്പുകൾ വഴി 3 പ്രത്യേക ടാങ്കുകളിലേക്ക് വെള്ളമൊഴുകുന്നു. ഒരു ഘട്ടത്തിൽ ജലപ്രവാഹം വേർതിരിക്കുന്ന ജംഗ്ഷൻ നിങ്ങൾക്ക് കാണാം. ജംഗ്ഷനിൽ 10 ലിറ്ററോളം വെള്ളം ഒഴുകിയെത്തുമെന്ന് കരുതുക. വാട്ടർ പൈപ്പിലെ വലിപ്പമനുസരിച്ച് ടാങ്ക് എയെ 5 ലിറ്റർ, ടാങ്ക് ബി 3 ലിറ്റർ, ടാങ്ക് സി 2 ലിറ്റർ എന്നിങ്ങനെ തിരിക്കാം. എ, ബി, സി എന്നീ ടാങ്കുകളുടെ ജലപ്രവാഹം ഒരുമിച്ച് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 10 ലിറ്റർ ലഭിക്കും. അതിലാകെ 10 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവസാനം ഒരു ജംഗ്ഷനിൽ ഉള്ളിലെ വെള്ളം പുറത്തെ വെള്ളത്തിന് തുല്യമാണ്. അതുപോലെ ജംഗ്ഷനിലേക്ക് ഒഴുകുന്ന കറണ്ട് പുറത്തേക്ക് ഒഴുകുന്നതിന് തുല്യമാണ്. ഒരു സമാന്തര സർക്യൂട്ടിൽ റെസിസ്റ്ററിന്റെ മൂല്യമനുസരിച്ച് കറണ്ട് എല്ലായ്പ്പോഴും ഓരോ ഭാഗത്തിലേക്കും വിഭജിക്കപ്പെടുന്നു. ഒരു പാരലൽ സർക്യൂട്ടിൽ ഏതെങ്കിലും ഭാഗം പരാജയപ്പെടുകയാണെങ്കിൽ ആ പ്രത്യേക ഭാഗത്തിന് മാത്രമല്ല സർക്യൂട്ടിന്റെ ബാക്കി ഭാഗത്തിനും കറണ്ട് ഫ്ലോ ലഭിക്കുന്നു. അതിനാൽ ബാക്കിയുള്ള ബൾബുകൾ ഓണാണ്. എല്ലാത്തരം ഗാർഹിക വയറുകളും തെരുവ് വിളക്കുകളും സമാന്തര കണക്ഷനുകൾ ഉപയോഗിക്കുന്നു. കിർച്ചോഫ് നിയമത്തിന്റെ ആമുഖം. നിയമം ഉപയോഗിച്ച് സീരീസുകളും സമാന്തര സർക്യൂട്ടുകളും നമുക്ക് ചർച്ച ചെയ്യാം. സീരീസും സമാന്തര സർക്യൂട്ടുകളും പ്രദർശിപ്പിക്കാൻ കിർച്ചോഫ് ലോ ഉപയോഗിക്കുന്നു. ജർമ്മൻ ശാസ്ത്രജ്ഞനായ കിർച്ചോഫ് 1ഉം 2ഉം നിയമങ്ങൾ രൂപീകരിച്ചു. കിർച്ചോഫിന്റെ ആദ്യ നിയമം സീരീസ് സർക്യൂട്ടുകളിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ നിയമം സമാന്തര സർക്യൂട്ടുകളിലെ വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും സ്വഭാവം കാണിക്കുന്നു. കിർച്ചോഫിന്റെ കറണ്ട് നിയമം. ആദ്യം നമുക്ക് കിർച്ചോഫിന്റെ ആദ്യ നിയമം നോക്കാം. ഇത് കറന്റ് ലോ എന്നറിയപ്പെടുന്നു. കിർച്ചോഫിന്റെ നിയമവും നിലവിലെ നിയമവും അനുസരിച്ച് ഒരു ജംഗ്ഷനിലേക്ക് ഒഴുകുന്ന മൊത്തം വൈദ്യുതധാര ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മൊത്തം വൈദ്യുതധാരയ്ക്ക് തുല്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സർക്യൂട്ടിന്റെ ഏത് നോഡിലും നോഡിലേക്ക് ഒഴുകുന്ന മൊത്തം കറണ്ട് നോഡിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മൊത്തം കറണ്ടിന് ഒരു നോഡിലൂടെ ഒഴുകുന്ന മൊത്തം വൈദ്യുതധാര ഏത് നിമിഷത്തിലും അതിലൂടെ ഒഴുകുന്ന മൊത്തം വൈദ്യുതധാരയ്ക്ക് തുല്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ
ഒരു ഇലക്ട്രിക്കൽ നോഡ് വാട്ടർ പൈപ്പുകളുടെ ഒരു ജംഗ്ഷൻ പോലെ പ്രവർത്തിക്കുന്നു. അവിടെ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ അളവ് വരുന്ന വെള്ളത്തിന്റെ അളവിന് തുല്യമാണ്. കേസ് 1. ആദ്യ സന്ദർഭത്തിൽ R1, R2 എന്നീ റെസിസ്റ്ററുകളുള്ള രണ്ട് ബ്രാഞ്ച് സർക്യൂട്ടുകൾ ഒരേ മൂല്യവുമായി സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും നെറ്റ്വർക്കിലൂടെ ഒഴുകുന്ന മൊത്തം കറന്റ് 10 ആംപിയർ ആണെന്നും നിരീക്ഷിക്കപ്പെടുന്നു. ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾക്കും ഒരേ മൂല്യങ്ങളാണ്. അതിനാൽ J1 ജംഗ്ഷനിൽ കറന്റ് I1, I2 എന്നിവ തുല്യമായി വിഭജിക്കപ്പെടുന്നു. കിർച്ചോഫിന്റെ നിലവിലെ കറന്റ് ലോ അനുസരിച്ച് J1, J2 ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മൊത്തം കറന്റ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുതധാരയ്ക്ക് തുല്യമാണ്. കേസ് 2. രണ്ടാമത്തെ സാഹചര്യത്തിൽ രണ്ട് റെസിസ്റ്ററുകൾ R1, R2 എന്നിവയ്ക്ക് 6, 4 ഓം മൂല്യങ്ങളുണ്ട്. അതിനാൽ ഓരോ റെസിസ്റ്ററുകളുടെയും കറന്റ് ഫ്ലോ തുല്യമല്ല. അതേസമയം ഉയർന്ന റെസിസ്റ്റർ മൂല്യത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര കുറവാണ് എന്നും താഴ്ന്ന റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര കൂടുതലാണെന്നും നിരീക്ഷിക്കാം. വൈദ്യുതധാര പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലായതിനാൽ 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് താഴ്ന്നതും 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് ഉയർന്നതുമായിരിക്കും. എന്നാൽ J1, J2 എന്നീ ജംഗ്ഷനുകളിൽ ഉള്ളിലേക്കും പുറത്തേക്കും വൈദ്യുത പ്രവാഹം ഒരുപോലെയാണ്. ഇത് കിർച്ചോഫിന്റെ കറന്റ് ലോയെ തൃപ്തിപ്പെടുത്തുന്നു. കേസ് 3. മൂന്നാമത്തെ കേസിൽ R1, R2, R3, R4 എന്നീ റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു സമാന്തര സർക്യൂട്ട് ഉണ്ടാക്കാം. സർക്യൂട്ടിലെ മൊത്തം കറന്റ് ഫ്ലോ 10 ആംപ്സ് ആണ് എന്ന് കരുതുക. ഇവിടെ സമാന്തര സർക്യൂട്ടുകളിൽ റെസിസ്റ്റർ മൂല്യങ്ങളെ ആശ്രയിച്ച് എല്ലാ ഭാഗങ്ങളിലും കറന്റ് ഫ്ലോ കാണാം. താഴ്ന്ന റെസിസ്റ്റൻസ് ബ്രാഞ്ചിൽ കൂടുതൽ കറന്റ് ഒഴുകുന്നു. ഉയർന്ന റെസിസ്റ്റൻസ് ബ്രാഞ്ചിൽ കുറഞ്ഞ കറന്റ് ഒഴുകുന്നു. മൊത്തം കറന്റ് ആകെ കറന്റിന്റെ ഒപ്പം നിൽക്കുന്നു. അതിനാൽ കിർച്ചോഫിന്റെ കറന്റ് ലോ തൃപ്തികരമാണ്. ടാസ്ക് 1. കിർച്ചോഫിന്റെ കറന്റ് ലോ നമുക്ക് തെളിയിക്കാം. സ്റ്റെപ്പ് 1. ഇവിടെ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് ഉറവിടമോ ബാറ്ററിയോ ഉള്ള ഒരു ലളിതമായ സർക്യൂട്ടും 3 റെസിസ്റ്ററുകളായ R1, R2, R3 എന്നിവയും പരസ്പരം സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റെപ്പ് 2. വോൾട്ട്മീറ്റർ കണക്ഷനുകൾക്ക് സമാനമായി 3 റെസിസ്റ്ററുകൾ ഉറവിടവുമായി സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു അറ്റം പോസിറ്റീവ് ടെർമിനലിലേക്കും മറ്റേ അറ്റം നെഗറ്റീവ് ടെർമിനലിലേക്കും. സ്റ്റെപ്പ് 3. സമാന്തര കണക്ഷനുകൾ കാരണം ബാറ്ററി യൂണിറ്റിൽ ഞങ്ങൾ സജ്ജമാക്കിയ റെസിസ്റ്ററുകൾക്ക് ഒരേ വോൾട്ടേജ് ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതുപോലെ കറന്റ് I യഥാക്രമം R1, R2, R3 എന്നീ റെസിസ്റ്ററുകളിൽ I1, I2, I3 എന്നീ 3 ശാഖകളിൽ വിതരണം ചെയ്യപ്പെടുന്നു. സ്റ്റെപ്പ് 4. വേരിയബിൾ പവർ സപ്ലൈ യൂണിറ്റിൽ സമാന്തരമായി ഒരു വോൾട്ട്മീറ്റർ, വോൾട്ടേജ് സോഴ്സിന് സീരീസായി ഒരു അമ്മീറ്റർ, ശരിയായ ശ്രേണിയിലുള്ള വയർ ഉപയോഗിച്ച് R1, R2, R3 എന്നീ 3 റെസിസ്റ്ററുകളെ സീരീസായി 3 അമ്മീറ്ററുകൾ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5. I1, I2, I3 എന്നീ 3 ബ്രാഞ്ച് പ്രവാഹങ്ങൾ വഹിക്കാൻ കഴിയുന്നത്ര വലുതാണ് സാധാരണ അമ്മീറ്റർ ശ്രേണിയിലെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 6. വേരിയബിൾ പവർ സപ്ലൈ യൂണിറ്റിൽ വ്യത്യസ്ത വോൾട്ടേജുകൾ സജ്ജീകരിക്കുക. തന്നിരിക്കുന്ന പട്ടികയ്ക്കൊപ്പം വോൾട്ട്മീറ്ററും അമ്മീറ്റർ റീഡിംഗും നിരീക്ഷിക്കുക. പട്ടിക അനുസരിച്ച് അമേച്വർ റീഡിംഗ് I എന്നത് അമേച്വർ റീഡിംഗ് I1, I2, I3 എന്നിവയുടെ ആകെത്തുകയെന്ന് ലഭ്യമാണ്. അതിനാൽ കിർച്ചോഫിന്റെ കറന്റ് ലോ സ്ഥിരീകരിക്കുന്നു. കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ. കിർച്ചോഫിന്റെ രണ്ടാമത്തെ നിയമം കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ എന്നും അറിയപ്പെടുന്നു. കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ ഒരു സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്നു. കിർച്ചോഫിന്റെ വോൾട്ടേജ് നിയമം അനുസരിച്ച് ഏതെങ്കിലും ക്ലോസ്ഡ് സർക്യൂട്ടിന് ചുറ്റുമുള്ള എല്ലാ വോൾട്ടേജുകളുടെയും ബീജഗണിത തുക 0 തുല്യമാണ്. നിയമത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് വോൾട്ടേജ് ഡ്രോപ്പ് മനസ്സിലാക്കാം. എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ്? വോൾട്ടേജ് ഡ്രോപ്പ് എന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഇത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ സംഭവിക്കുന്നു. ഒരു കണ്ടക്ടർ എന്നത് വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന പ്രതിരോധമാണെന്നും കറന്റ് ഫ്ലോ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ EMF മൂലമാണ് എന്നും നമുക്ക് ഇതിനകം അറിയാം. ഭക്ഷണം പാഴാക്കിയാൽ അത് പാചകക്കാരന് നഷ്ടമാകില്ല. ഭക്ഷണം വാങ്ങാൻ പണം ചെലവഴിച്ചയാൾക്ക് ഇത് നഷ്ടമായി മാറുന്നു. അതുപോലെ പ്രതിരോധം വോൾട്ടേജിനെയോ EMFനെയോ ബാധിക്കും, പക്ഷേ കറണ്ടിനെ ബാധിക്കില്ല. റെസിസ്റ്ററിന് കുറുകെയോ സമാന്തരമായോ ഒരു വോൾട്ട്മീറ്റർ ബന്ധിപ്പിച്ച് വോൾട്ടേജ് ഡ്രോപ്പിന്റെ അളവ് അളക്കാൻ കഴിയും. കേസ് 1. ഈ സാഹചര്യത്തിൽ ഒരേ മൂല്യത്തിന്റെ 1 റെസിസ്റ്റർ R1, R2 എന്നിവയോട് വോൾട്ടേജ് ഉറവിടമായി സീരീസായി ബന്ധിപ്പിച്ചിരിക്കുന്നു. R1, R2 എന്നിവയിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പുകൾ V1, V2 എന്നിവ ഉപയോഗിച്ച് അളക്കുന്നു.
അവയ്ക്ക് ഒരേ മൂല്യങ്ങളുള്ളതിനാൽ വോൾട്ടേജ് ഡ്രോപ്പിനും ഒരേ മൂല്യമുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പുകൾ V1ഉം V2യും ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജിന് തുല്യമാണ്. അതിനാൽ ശേഷിക്കുന്ന വോൾട്ടേജ് 0ആണ്. അതിനാൽ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ തെളിയിക്കപ്പെടുന്നു. കേസ് 2. ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾ R1, R2 എന്നിവ ഒരേ വോൾട്ടേജ് ഉറവിടമായി സീരീസായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓരോ റെസിസ്റ്ററിനുമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് യഥാക്രമം V1, V2 എന്നിങ്ങനെ 2 വോൾട്ട്മീറ്റർ ഉപയോഗിച്ചാണ് അളക്കുന്നത്. റെസിസ്റ്റർ R1ന്റെ മൂല്യം R2വിനേക്കാൾ കൂടുതലായതിനാൽ റെസിസ്റ്റർ R1ൽ ഉടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V1, V2വിനേക്കാൾ കൂടുതലാണ്. കിർച്ചോഫിന്റെ വോൾട്ടേജ് നിയമം തെളിയിക്കാൻ വോൾട്ടേജ് ഡ്രോപ്പുകൾ V1, V2 എന്നിവ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജിന് തുല്യമാണ് എന്ന് ഉറപ്പാക്കുക.